നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ കടന്നു വന്നാലും സുവിശേഷത്തിൽ നിന്ന് ഒട്ടും പിന്മാറാതെ ധൈര്യമായി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ നിമിഷം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. തുടർന്നുള്ള ചില നിമിഷങ്ങൾ നമ്മുടെ ശ്രദ്ധയെ 1 തെസ്സലോനിക്കർ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷ കാലയളവിൽ താൻ ചെയ്തു വന്നിരുന്ന ശുശ്രൂഷയുടെ സ്വഭാവത്തെയും തനിക്ക് ദൈവസഭയോട് ഉണ്ടായിരുന്ന സ്നേഹത്തെയും ആ സമയങ്ങളിൽ താൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ് തെസ്സലോനിക്കർ എഴുതിയ ലേഖനം. ഇതിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിനും ശുശ്രൂഷകൾക്കും മാതൃകയാക്കുവാൻ കഴിയുന്ന ഒരധ്യായമാണ് ഈ 2-ാമത്തെ അധ്യായം. ഈ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുമായി ദൈവനാമത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ശരണപ്പെടുകയാണ്. ഈ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ, പൗലോസ് ഫിലിപ്പിയിലായിരിക്കുമ്പോൾ താൻ നേരിടേണ്ടി വന്ന ഉപദ്രവങ്ങളും നിന്ദകളും, എന്നാൽ ആ സമയത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ നിന്നും ഒട്ടും പിന്നോട്ട് മാറാതെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ദൈവം പല ശുശ്രൂഷകളും പല ഉത്തരവാദിത്തങ്ങളും നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷകൾ നാം ചെയ്യുമ്പോൾ നാം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കാണുമ്പോൾ ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ പൗലോസ് നമ്മോട് പറയുകയാണ്, അല്ലെങ്കിൽ പൗലോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭയപ്പെട്ട് പിന്മാറിപ്പോകുവാനല്ല, മറിച്ച് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനാണ് പൗലോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ കടന്നു വന്നാലും സുവിശേഷത്തിൽ നിന്ന് ഒട്ടും പിന്മാറാതെ ധൈര്യമായി നാം മുൻപോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ, ശുശ്രൂഷയുമായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. പൗലോസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരിക്കലും മനുഷ്യൻ്റെ മുഖം നോക്കി മനുഷ്യപ്രീതിക്കായിട്ടല്ല താൻ ശുശ്രൂഷ ചെയ്തത്, മറിച്ച് ദൈവപ്രീതി നേടേണ്ടതിന് വേണ്ടി ദൈവമുഖത്തേക്ക് നോക്കി ശുശ്രൂഷ ചെയ്യുന്ന ഒരു പൗലോസിനെ നമുക്ക് ഈ 2-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകൾ നാം ചെയ്യുമ്പോൾ ഒരിക്കലും മനുഷ്യൻ്റെ മുഖം നാം നോക്കരുത്. മനുഷ്യൻ്റെ മുഖം നോക്കിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയത്തില്ല, മറിച്ച് ദൈവമുഖത്തേക്ക് നോക്കിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയും. ദൈവപ്രീതി നേടിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ദൈവപ്രീതിയോടെ, അല്ലെങ്കിൽ ദൈവപ്രീതിക്കായിട്ട് വേണം നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നാം ചെയ്യുവാൻ. പൗലോസിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ 2 പ്രസ്താവനകൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: മാതാവ് മക്കളെ പരിപാലിക്കുന്നത് പോലെ സ്നേഹത്തോടെ സഭയെ വളർത്തി. 2, പിതാവ് മക്കളെ ഉപദേശിക്കുന്നത് പോലെ ജീവിതത്തിൽ നടക്കേണ്ട വഴികളെ താൻ അവരെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. ഒരു ശുശ്രൂഷകന്റെ വലിയ 2 പ്രത്യേകതകൾ അവിടെ പറയുകയാണ്. 1, മാതാവ് സ്നേഹിക്കുന്നത് പോലെ സഭയെ സ്നേഹിക്കണം. 2, ഒരു പിതാവ് ഉപദേശിക്കുന്നത് പോലെ സഭയെ ഉപദേശിക്കണം. പൗലോസ് ഈ പ്രകാരം ചെയ്ത ഒരു വ്യക്തിയായതുകൊണ്ട് നമുക്കും അങ്ങനെ ചെയ്യുവാൻ സാധിക്കട്ടെ. എങ്ങനെ?
ഒരു മാതാവ് കരുതുന്നത് പോലെ, ഒരു മാതാവ് സ്നേഹിക്കുന്നത് പോലെ, ഒരപ്പൻ കരുതുന്നത് പോലെ, അപ്പൻ ഉപദേശിക്കുന്നത് പോലെ നമുക്കും ദൈവസഭയെ, ദൈവമക്കളെ സ്നേഹിക്കുവാൻ, പരിപാലിക്കുവാൻ, ഉപദേശിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ. അടുത്ത ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപദ്രവങ്ങൾക്കിടയിലും വിശ്വാസത്തിൽ പിന്നോട്ട് മാറാതെ വിശ്വാസത്തിൽ തൻ്റെ സ്ഥിരത താൻ പുലർത്തുവാനിടയായി തീർന്നു. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിയാൽ ഒരുപാട് പേർ, ശുശ്രൂഷകൾ നല്ല രീതിയിൽ ചെയ്തവർ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവർ, ഒരു പ്രശ്നം കടന്നു വന്നപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് അവർ ലോകമോഹങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ വഴികളിലേക്ക് തിരിയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്, പൗലോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, ഉപദ്രവങ്ങൾക്കിടയിലും ഒരു വിശ്വാസി തൻ്റെ വിശ്വാസത്തിൻ്റെ സ്ഥിരത പുലർത്തണം എന്നുള്ളതാണ്. പ്രയാസങ്ങൾ കടന്നു വന്നോട്ടെ, ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നോട്ടെ, പക്ഷേ നമ്മുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നാം ധൈര്യത്തോടെ മുൻപോട്ട് പോകണം. ഒരു കാര്യം കൂടെ പറഞ്ഞ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പൗലോസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ വരവിനായി ആത്മാക്കളെ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് പൗലോസിന് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിച്ചിരുന്നത്. നോക്കിയേ, നമ്മുടെ ശുശ്രൂഷയിലും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ ഒന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ചേ, നമുക്കുണ്ടാകുന്ന സന്തോഷം വലുതല്ലേ. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിലും പൗലോസിനുണ്ടായിരുന്ന ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്, തന്നിലൂടെ, തൻ്റെ ശുശ്രൂഷയിലൂടെ രക്ഷിക്കപ്പെട്ട അനേകർ ക്രിസ്തുവിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്ന ആ കിരീടം, ആ മകുടത്തെ ഓർത്താണ് പൗലോസിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കും ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ കിരീടം ലഭിക്കണമെങ്കിൽ, ആ ഒരു സന്തോഷം നമുക്കും ലഭിക്കണമെങ്കിൽ നാം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സന്തോഷം നമുക്കും ലഭിക്കത്തുള്ളൂ. ആയതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ പൗലോസിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത് പോലെ, ഒന്ന്, ശുശ്രൂഷ നാം ധൈര്യത്തോടെ ചെയ്യുന്നവരായിരിക്കണം. 2, മനുഷ്യപ്രീതിക്കായിട്ടല്ല, മറിച്ച് ദൈവപ്രീതിക്കായി ധൈര്യത്തോടെ നാം ചെയ്യണം. 3, ഒരു മാതാവ് സ്നേഹിക്കുന്നത് പോലെ, ഒരു പിതാവ് ഉപദേശിക്കുന്നത് പോലെ സഭയെ സ്നേഹിക്കുവാനും ഉപദേശിക്കുവാനും നാം തയ്യാറാകണം. 4, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നാം തയ്യാറാകണം. ഇതിനു വേണ്ടി കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.